നമസ്തേ. ഇന്ന് ഒരു മുദ്രയുടെ വീഡിയോ ആണ്. ഇന്ന് എല്ലാവരും ചോദിച്ച ഒരു മുദ്രയുടെ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. അത് കുബേര മുദ്ര അല്ലെങ്കിൽ സൈനസൈറ്റിസ് മുദ്ര എന്നാ പറയാ. കുബേര മുദ്ര വെൽത്തിനുള്ളത്, പ്രോസ്പെറിറ്റിക്കുള്ളത്. സൈനസൈറ്റിസ് നമ്മുടെ എന്താ പറയാ, കുറച്ച് മൂക്കടപ്പ്, ജലദോഷം അല്ലെങ്കിൽ കഫക്കെട്ട്, ഇതൊക്കെ ഒന്ന് മാറ്റാനുള്ളത്. അപ്പോൾ സൈനസൈറ്റിസ് മുദ്ര എന്നും ഇതിനെ പറയുന്നുണ്ട്. മുദ്ര ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ സൂര്യമുദ്ര, സൈനസൈറ്റിസ് എന്താണ്, ചൂട് പകർന്ന് നമ്മുടെ ശരീരത്തേക്ക് ചൂട് ഉണ്ടാക്കിയിട്ട് കഫം ഇളക്കി കളയുകയാണ് ഈ മുദ്ര കൊണ്ട് സഹായിക്കുന്നത്. കഫം പുറത്തേക്ക് ഒഴുകുമ്പോൾ എന്താ ഉണ്ടാവുക? തലയുടെ ഭാരം, ഇവിടെ മുഖത്തിന്റെ ഈ ഇവിടെയുള്ള എല്ലാ ഭാരങ്ങളും മാറുകയും തലവേദന കുറയുകയൊക്കെ ചെയ്യും, അല്ലേ? അപ്പൊ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുപോലെ സൈനസുകളുടെ നമുക്ക് ഉള്ളിലൊക്കെ അറിയാം. എനിക്കും ഉണ്ടായിരുന്നതാണ്, നല്ലപോലെ സൈനസ് ഉള്ള ആളായിരുന്നു. ഇപ്പൊ വളരെ യോഗ പഠിച്ചതിന് ശേഷവും ഒരു മുദ്രകള് എനിക്ക് അഥവാ എന്തെങ്കിലും ജലദോഷം വന്നാലും പെട്ടെന്ന് മുദ്ര ചെയ്താണ് ഞാൻ മാറ്റുന്നത്. അപ്പം ഞാനെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ വീങ്ങി നമുക്ക് ജലം ഒരുപാട് ഇങ്ങനെ കെട്ടി നിൽക്കുകയും അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന കാരണം തന്നെ നമുക്ക് ഇവിടെയൊക്കെ പെയിൻ ആയിട്ടൊക്കെ തോന്നും, അല്ലെ? അതൊക്കെ പെട്ടെന്ന് തന്നെ ആ നീർവീക്കമൊക്കെ മാറി എന്താ ഇവിടെ നിന്നുള്ള കഫമൊക്കെ ഇളകി പോവുകയൊക്കെ ചെയ്യും. കുബേര മുദ്ര അല്ലെങ്കിൽ വ്യാൻ മുദ്ര, ഇതെന്തിനാ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, നമ്മുടെ വെറുതെയുള്ള തോട്ട് പ്രോസസ്സ് കാരണം ഭയങ്കരമായിട്ട് നമുക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് നമ്മളെ. അത് ശരിയാക്കി എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ നല്ല തോട്ട് പ്രോസസ്സുകളിലൂടെയാണ് ഈ മുദ്ര ചെയ്യാനിരിക്കുന്നതെങ്കിലോ നമ്മുടെ ആഗ്രഹം കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും. ചിന്തകള് കറക്റ്റ് ചെയ്യണം. ഏത് മുദ്ര ചെയ്യാനിരുന്നാലും ചിന്തകൾ കറക്റ്റ് ചെയ്യണം. അതുപോലെ ശ്വാസവും കറക്റ്റ് ചെയ്യണം. നല്ല ചിന്തകളിലേക്ക് പോകണം. ഉയർന്ന ചിന്തകളായിരിക്കണം കേട്ടോ. നല്ല രീതിയിലുള്ള നമ്മള് എന്താ പറയാ, പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കുന്നതായും നമ്മൾ ഫുള്ള് വെൽത്തി ആയിട്ടിരിക്കുന്നതായിട്ടൊക്കെ അങ്ങോട്ട് ചിന്തിക്കുക. നമ്മൾ ഡിവിനിറ്റിയിലുള്ളവരാണ്, അപ്പൊ ഡിവിനിറ്റി ആയിട്ട് ഇരിക്കുന്നതായിട്ടൊക്കെ ചിന്തിക്കുക. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യവും എല്ലാം നമുക്ക് ഉണ്ടാക്കാനുള്ള 2 in 1 ഉള്ള മുദ്രയാണിത്. വായുവിനെയും അഗ്നിയെയും ആകാശത്തിന്റെ തത്വങ്ങളെ വർദ്ധിപ്പിക്കുകയും ജലം ഭൂമി തത്വത്തെ കുറച്ചും ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയൊക്കെയാണ് ഈ മുദ്ര കൊണ്ട് സഹായിക്കുക. അതുപോലെ ധനത്തിന് കൂടുതൽ നമ്മൾ ആ സമയത്ത് ഈ മുദ്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അഫർമേഷൻസ് നല്ല കറക്റ്റ് ആയിരിക്കണം. അഫർമേഷൻസ് കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ചിന്തകൾ കുറെ കൂടെ കറക്റ്റ് ആയിട്ട് പ്യൂർ ആക്കിയാൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി ധനം നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അപ്പൊ ഈ മുദ്ര എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണണ്ടേ? വേണ്ടേ? കാണണം അല്ലെ? ഇതിനെ എന്താ പറയുന്നത്? കുബേര മുദ്ര അല്ലെങ്കിൽ സൈനസൈറ്റിസ് മുദ്ര എന്നാണ്. വ്യാൻ, സൂര്യൻ, വരുണൻ എന്നീ മുദ്രകളുടെ സംഗമമാണിത്, ഈ മുദ്ര. അപ്പൊ ആദ്യം ചെറുവിരലും മോതിരവിരലും 2 കൈയിലും കൊണ്ട് ചെയ്യുന്നു. അത് രണ്ടും നമ്മുടെ എവിടെയാ? തള്ളവിരലിന്റെ ആരംഭത്തില് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വെക്കുക. ഓക്കെ, മറ്റേത് രണ്ടും നിവർന്നിരിക്കുകയാണ്. പിന്നെ നടുവിരലും ചൂണ്ടുവിരലും നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ നമ്മുടെ തമ്പിന്റെ അറ്റത്ത് വന്ന് തൊടുകയാണ് ചെയ്യുന്നത്. തള്ളവിരലിന്റെ അഗ്രത്ത് ചേർത്ത് വെക്കണം. എന്നിട്ട് മലർത്തി ഇങ്ങനെ മടിയിലേക്ക് വെച്ചതിന് ശേഷം നിവർന്നിരുന്നുകൊണ്ട്, സ്പൈനിനെ നിവർത്തിയിരുത്തിക്കൊണ്ട്, നട്ടില് നിവർന്നിരുന്നു കൊണ്ട് നല്ല ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ വയറ് ഫുള്ള് നിറയുകയും ഡീപ്പ് എക്സേൽ ചെയ്യുമ്പോൾ വയറുള്ളിലേക്ക് പോകുന്നതും അറിയുക. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഡെയിലി 3 പ്രാവശ്യമെങ്കിലും ഈ മുദ്ര ചെയ്യുക. ഇത് കൂടുതൽ എന്താ പറയുക, ഒരു കൂടുതൽ നല്ല പ്യുവർ മൈൻഡുമായിട്ട് ഈ മുദ്ര ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണം പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ 3 ടൈംസ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ്? വീണ്ടും കാണിച്ചു തരാണ്. തള്ളവിരലിന്റെ തുടക്ക ഭാഗത്തില് ഈ 2 വിരലും കൊണ്ട് അമർത്തി വെക്കുന്നു. ഓക്കെ, ജസ്റ്റ് തൊട്ട് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നടുവിരലും ചൂണ്ടുവിരലും കൂടി
തള്ളവിരലിന്റെ അറ്റത്ത് കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് കണ്ണുമടച്ച് നല്ലൊരു പുഞ്ചിരിയോടുള്ള മുഖവുമായിട്ട് നല്ല തോട്ട് പ്രോസസ്സുമായിട്ട് ഒരു 20 മിനിറ്റ്സോളം ഇരുന്ന് ചെയ്യുക. ഡെയിലി ഒരു 3 ടൈംസ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. സൈനസൈറ്റിസ് പാടെ മാറും. ഓക്കെ, സൈനസൈറ്റിസ് പാടെ മാറും. അപ്പം ആലോചിച്ചോളുക, മെഡിസിൻ ഒന്നും ഇല്ലാതെ ഇതൊക്കെ മാറാനും. നമ്മൾ സൈനസൈറ്റിസ് ഞാൻ ശരിക്കും ഒരു 3-4 വർഷം ഞാൻ ഇഞ്ചക്ഷൻ വരെ എടുത്തിട്ടുള്ള ആളാണ്. ഇപ്പം എനിക്കൊന്നുമില്ല കേട്ടോ. അപ്പം അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുള്ളൂ. അത്രയും വേദനയായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും പറ്റില്ല. മൂക്ക് ഫുൾ അടഞ്ഞ് ബ്ലോക്കായിട്ട് വായിലൂടെ ശ്വാസം എടുക്കുന്ന, ഇവിടെയൊക്കെ തൊടാൻ പറ്റില്ല, വേദന. ഇവിടെയൊക്കെ ഏതു നേരം ഒരു തലവേദന, ആകെ തലപ്പെരുപ്പ്, ആകെ അസ്വസ്ഥതയായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ പെർഫെക്റ്റ് ആണ്. ഇപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ഫലം ഉണ്ടാവും. ഓക്കെ, കുബേര മുദ്രയും സൈനസ് മുദ്രയും ഒന്നാണ്. ബി ഹാപ്പി. ഒരു നല്ലൊരു മുദ്രയാണ്. എൻജോയ് ആൻഡ് ഡു ഇറ്റ്. പ്യുവർ മൈൻഡോടെ അത് ചെയ്യുക. അപ്പോൾ അസുഖം ഫസ്റ്റ് ആയിട്ട് മാറും. അതുപോലെ ബാക്കിയുള്ളത് വന്നോളും ചെയ്യും. ഓക്കെ, എൻജോയ്.